ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നോമ്പിൻ്റെ 18-ാം ദിനമാണല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായി ക്രിസ്മസ് കൃപലവിശുവരുടെ സംഗമം. ദൈവത്തിൻ്റെ കൃപലവിശുവൾ എന്ന് നേരിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ കന്യാമറിയാമിനെ കുറിച്ചാണെങ്കിലും വിശാലമായ ദർശനത്തിൽ വീക്ഷിക്കുമ്പോൾ ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച സക്രിയാവിൻ്റെ കുടുംബവും നീ അവന് യേശു എന്ന് പേരിടണം എന്ന ദർശനത്തിലൂടെ ദൈവപുത്രന് ഈ ലോകത്തിൽ അപ്പനാകുവാൻ നിയോഗം ലഭിച്ച യോസഫും മഹാസന്തോഷത്തിൻ്റെ സത്വർത്തമാനം കേൾക്കുവാനും കാണുവാനും ഭാഗ്യം ലഭിച്ച ഇടയന്മാരും ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് ആഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച ശിമയോനും ഹന്നയും എല്ലാം കൃപ ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നവരാണ്. കാലിത്തൊഴുത്തിലെ മഹാസംഗമത്തിൻ്റെ ചിത്രത്തിൽ നമുക്ക് ഇവരെയെല്ലാം കാണുവാൻ കഴിയുകയില്ല. എന്നാൽ കാലിത്തൊഴുത്തിലെ സമാഗമം മനോഹരമായി തീർന്നത് അവിടിവിടങ്ങളിൽ നടന്ന ചെറിയ ചെറിയ കൂടിവരവുകളുടെ പരിണിത ഫലമായിട്ടാണ്. കൃപയുടെ ചെറിയ ഉറവുകൾ രൂപം പ്രാപിച്ച് അത് കാലിത്തൊഴുത്താകുന്ന വിശാല ജലാശയമായി പരന്നൊഴുകി ലോകത്തിന് അനുഗ്രഹമാകേണ്ടത് ഇന്നിൻ്റെ ആവശ്യമാണ്. ഈ ക്രിസ്മസ് വേളയിൽ നമ്മൾ ഓരോരുത്തരും ഇന്നിൻ്റെ കൃപയായി അനുഗ്രഹമായി ദൈവത്തിൻ്റെ സാക്ഷികളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.